ക്വസ്റ്റ്യനിൽ നമുക്ക് m ഒബ്സർവേഷൻസ് ഔട്ട് ഓഫ് n ഒബ്സർവേഷൻസിൽ നമുക്ക് ആവറേജ് എന്നുള്ളത് n ആണെന്ന് തന്നിട്ടുണ്ട്. അതുപോലെ ബാക്കിയുള്ള റിമൈനിങ് ഒബ്സർവേഷൻ എന്ന് പറഞ്ഞാൽ m ഒബ്സർവേഷൻ കഴിഞ്ഞാൽ ബാക്കി നമുക്ക് n-ൽ n-m കാണും. ആ n-m ഒബ്സർവേഷൻസിന്റെ ആവറേജ് എന്ന് പറഞ്ഞാൽ നമുക്ക് തന്നിരിക്കുന്നത് m ആണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ആ ടോട്ടൽ n നമ്പേഴ്സിന്റെ ആവറേജ് അല്ലെങ്കിൽ മീൻ ആണ് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്. നമുക്കറിയാം ആവറേജ് എന്ന് പറഞ്ഞാൽ സം ഓഫ് ഒബ്സർവേഷൻ ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഒബ്സർവേഷൻസ് ആണ്. സോ നമുക്ക് ആവറേജും നമ്പർ ഓഫ് ഒബ്സർവേഷൻസും അറിയാമെങ്കിൽ നമുക്ക് സം ഓഫ് ഒബ്സർവേഷൻസ് കാണാം. ദാറ്റ് ഈസ് ഈക്വൽ ടു ആവറേജ് ഇൻറ്റു നമ്പർ ഓഫ് ഒബ്സർവേഷൻസ്. ഇവിടെ നമുക്ക് ആദ്യം തന്നിരിക്കുന്നത് m ഒബ്സർവേഷൻസിന്റെ ആവറേജ് n ആണെന്ന് തന്നിട്ടുണ്ട്. സോ നമുക്ക് എന്ത് ഫൈൻഡ് ഔട്ട് ചെയ്യാം? സം ഓഫ് m ഒബ്സർവേഷൻസ് ഫൈൻഡ് ഔട്ട് ചെയ്യാം, വിച്ച് ഇസ് ഈക്വൽ ടു ആവറേജ് ഇൻറ്റു നമ്പർ ഓഫ് ഒബ്സർവേഷൻസ്. സോ ആവറേജ് ഇവിടെ n ആണ്, നമ്പർ ഓഫ് ഒബ്സർവേഷൻസ് ഇവിടെ m ആണ്. സോ അതിന്റെ പ്രോഡക്റ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് m ഇൻറ്റു n എന്ന് കിട്ടും. ഇതേപോലെ നമുക്ക് റിമൈനിങ് ഒബ്സർവേഷൻ അതായത് n-m ആവറേജ് അറിയാം. സോ നമുക്ക് സം ഓഫ് റിമൈനിങ് n-m ഒബ്സർവേഷൻസ് ഫൈൻഡ് ഔട്ട് ചെയ്യാം. ദാറ്റ് ഈസ് ഈക്വൽ ടു ആവറേജ് ഓഫ് n-m ഒബ്സർവേഷൻ വിച്ച് ഈസ് m ദാറ്റ് ഇൻറ്റു നമ്പർ ഓഫ് ഒബ്സർവേഷൻ എന്ന് പറയുന്നത് n-m ആണ്. സോ n-m ഇൻറ്റു m ചെയ്താൽ നമുക്ക് കിട്ടും. സോ nm ഓർ mn മൈനസ് m² എന്ന് കിട്ടും. ഇനി നമുക്ക് കാണേണ്ടത് n ഒബ്സർവേഷൻസിന്റെ ആവറേജ് ആണ്, വിച്ച് ഇസ് ഈക്വൽ ടു സം ഓഫ് n ഒബ്സർവേഷൻസ് ഡിവൈഡഡ് ബൈ n ആണ്. നമ്പർ ഓഫ് ഒബ്സർവേഷൻസ് ഇവിടെ n ആണ്. സോ നമുക്കതിന് n ഒബ്സർവേഷൻസിന്റെ സമ്മ് കാണാൻ നമ്മളിവിടെ ഈ സം ഓഫ് m ഒബ്സർവേഷൻസും n-m ഒബ്സർവേഷൻസിന്റെ സമ്മും ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ടോട്ടൽ n ഒബ്സർവേഷൻസിന്റെ സമ്മ് കിട്ടും. സോ ദാറ്റ് ഇസ് ഈക്വൽ ടു mn പ്ലസ് nm എന്ന് പറഞ്ഞാൽ mn തന്നെയാണ് മൈനസ് m². സോ സം ഇവിടെ നമുക്ക് കിട്ടുന്നത് 2mn മൈനസ് m² ആണ്. സോ നമുക്ക് ആവറേജ് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ ഇതിന്റെ നമ്പർ ഓഫ് ഒബ്സർവേഷൻസ് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി, വിച്ച് ഇസ് n ആണ്. സോ 2mn മൈനസ് m² ഡിവൈഡഡ് ബൈ n ചെയ്യാം. സോ ഇത് ചെയ്ത് കഴിഞ്ഞാൽ 2mn ബൈ n ചെയ്താൽ നമുക്ക് 2m കിട്ടും മൈനസ് m² ബൈ n ആണ് വരുന്നത്. സോ ഓപ്ഷൻ A is the correct answer.